ആ അഭിപ്രായ പ്രകടനങ്ങളെ സംബന്ധിച്ച് അനുകൂലിച്ച് ചിലർ പ്രതികരിച്ചു, വിമർശിച്ചുകൊണ്ടും ചിലർ പ്രതികരിച്ചു. ആ വിമർശനങ്ങളെ ഞാൻ ഏറ്റവും ബഹുമാനത്തോടുകൂടി കാണുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ മാന്യമായി ആഴത്തിൽ ചില പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് ഞാൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരായി വിമർശനങ്ങൾ ഉന്നയിച്ചവർ ശ്രമിച്ചിട്ടുള്ളത്. അത് അങ്ങേയറ്റം ആദരണീയമാണ് എന്നാണ് എൻ്റെ നിലപാട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യത്തിലൊരു സംവാദത്തിന് തയ്യാറായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കേട്ട ഈ ശബ്ദം കേരളത്തിന് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം സുപരിചിതമാണ്. ബഹുമാനപ്പെട്ട ഉണ്ണി ബാലകൃഷ്ണൻ, നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ സീനിയർ പത്രപ്രവർത്തകനാണ്. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ മീറ്റ് എഡിറ്റേഴ്സ് എന്ന പ്രോഗ്രാമിൽ ഒരു പ്രത്യേക വിഷയം കൈകാര്യം ചെയ്തിരുന്നു. ആ സമയത്ത് അതിനോടൊരു പ്രതികരണം നമ്മൾ ചില പ്രഭാഷണങ്ങളിൽ നടത്തി. സ്പോട്ട്ലൈറ്റ് എന്ന നമ്മുടെ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമുണ്ട്, ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ അദ്ദേഹത്തിൻ്റെ സംസാരത്തെ ഒന്ന് വിലയിരുത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രത്യേകമായി റിപ്പോർട്ടർ ചാനലിൽ ഒരു അഭിമുഖത്തിലൂടെ ആ വിഷയത്തോട് പ്രതികരിക്കുകയുണ്ടായി. അതിൽ ഞങ്ങൾ പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. നന്ദി പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ഒരുപാട് വിമർശനങ്ങൾ അവരെ പോലുള്ള ആളുകൾക്ക് ദൈനംദിനമായി കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ അതിൽ ഈ വിമർശനത്തെ പ്രത്യേകം അദ്ദേഹം ശ്രദ്ധിക്കുകയും ആ ഒരു വിമർശനത്തെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തതിനാണ് നന്ദി പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെ അദ്ദേഹം പ്രത്യേകം സ്വാഗതം ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഒരു സംവാദത്തിന് തന്നെ അദ്ദേഹം തയ്യാറായി എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്നുകൂടി അദ്ദേഹം നിരീക്ഷിച്ചു, നമ്മൾ ഉയർത്തിയ വിമർശനങ്ങൾ ആഴമുള്ള വിമർശനങ്ങളാണ്, കേവലം ഉപരിവിപ്ലവമല്ല എന്ന അദ്ദേഹത്തിൻ്റെ ആ നിരീക്ഷണത്തിനും പ്രത്യേകമായി നന്ദി പറയുകയാണ്. അതുപോലെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, മുസ്ലിം സമുദായത്തിൽ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഞാൻ പ്രത്യേകം ശ്രമിക്കുമെന്നാണ്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. സാധാരണ ആളുകൾ ആഴത്തിലിറങ്ങി പഠിക്കാൻ ശ്രമിക്കാതെയാണ് വിമർശിക്കാറുള്ളത്. പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമെന്ന് മാത്രമല്ല, മറ്റൊരു ഭാഗത്ത്, ഈ പ്രസംഗത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ എൻ്റെ നിരീക്ഷണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് തിരുത്തും എന്ന വിനയമുള്ള വാക്കും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രവുമല്ല, അവസാനിപ്പിക്കുന്നത് ഈ ആരോഗ്യകരമായ സംവാദം മുന്നോട്ട് പോകട്ടെ എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഈ വിഷയത്തെ സംസാരിച്ച് രംഗത്ത് വന്നതിൽ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ആ അഭിനന്ദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നതിൽ ചില വ്യക്തതകൾ വരുത്തിയ ശേഷമാണ് അതിൽ അഭിനന്ദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കാരണം ഞാൻ പറയാം. അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൻ്റെ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കറിയാമല്ലോ, ആ സമുദായത്തിനകത്ത് മതമൗലികവാദമുണ്ട്. അക്കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. ഇവിടെ ഒരു തിരുത്തുണ്ട്. മതമൗലികവാദം എന്ന വാക്ക് രണ്ട് രീതിയിൽ വിവക്ഷിക്കപ്പെടാറുണ്ട്. ഒന്ന്, അത് ഭീകരവാദമാണ്, തീവ്രവാദമാണ്, മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യലാണ്. അതിൻ്റെ ഒരു ബേസാണ് മതമൗലികവാദം എന്ന അർത്ഥത്തിലാണ് പൊതുവെ അത് വിവക്ഷിക്കപ്പെടാറുള്ളത്. അങ്ങനെയാണ് വിവക്ഷിക്കപ്പെടുന്നത് എങ്കിൽ അതിനെ നമ്മൾ ഒട്ടും അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാശയമുള്ള മതമൗലികവാദം എന്ന് പറയുന്നത് നമ്മൾ തിരസ്കരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഒരു കാര്യത്തെ മൗലിക സ്വഭാവത്തോടു കൂടി സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ നമ്മളതിനെ ആ വാക്കിനെ സ്വീകരിക്കുകയാണ് എങ്കിൽ അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം ഏത് വിഷയവും മൗലികമായ സ്വഭാവത്തിൽ അതിനെ ഉൾക്കൊള്ളുക എന്നൊരു തെറ്റായ കാര്യമേ അല്ല. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഇതിന് സാധാരണ മതമൗലികവാദം എന്നതിന് ഫണ്ടമെൻ്റലിസം എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ ഈ ഭരണഘടനയുടെ ഈ വിഷയത്തിൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരിക്കലും തന്നെ നെഗറ്റീവായ അർത്ഥമല്ല. അത് ഏറ്റവും മൗലികമായ അവകാശങ്ങൾ, ഏറ്റവും മൗലികമായ കടമകൾ എന്ന അർത്ഥമേ നമ്മൾ അവിടെ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ മതത്തിൻ്റെ മൗലിക സ്വഭാവത്തോടു കൂടി അതിനെ ഉൾക്കൊള്ളുക എന്നതാണ് മതമൗലികവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ മതമൗലികവാദം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭീകരവാദമാണ്, തീവ്രവാദമാണ്, അത് മറ്റുള്ളതിനെ ഇല്ലായ്മ ചെയ്യുന്ന മാനസികാവസ്ഥയാണ് എന്നതിനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, മതമൗലികവാദം എന്നത് മുസ്ലിം സമുദായത്തിൽ അതിശക്തമാണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അതിനെ നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ടോണിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ആ ഒരു അർത്ഥത്തിൽ തന്നെ അതിനെടുത്താൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളിൽ വളരെ വ്യാപകമായ രീതിയിൽ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ പദപ്രയോഗം സൂക്ഷ്മമല്ല. കാരണം ഒരു ന്യൂനപക്ഷമാണ് ആ രീതിയിൽ ചിന്തിക്കുന്നവർ എന്നതാണ് കേരളത്തിൻ്റെ ഒരു
ഇതുവരെയുള്ള ഒരു സാഹചര്യം നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു മതനിരപേക്ഷ സമൂഹമായി ഇന്നും കേരളം സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെ മുളയിലെ നുള്ളിക്കളയുന്നുവെന്നതും ഉള്ളിൽ നിന്ന് തന്നെ അതിനെ എതിർക്കുന്നുവെന്നതും അദ്ദേഹം പ്രത്യേകം സത്യപ്പെടുത്തുന്നുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ. അതുകൊണ്ട് അദ്ദേഹം അതിനോട് ചേർത്ത് പറയുന്നത് ഇത്തരം വർഗീയവാദങ്ങൾക്ക്, മോശപ്പെട്ട കാര്യങ്ങൾക്ക് കീഴ്പ്പെടുന്നവരല്ല തങ്ങളെന്നും മുസ്ലിം സമുദായം തീരുമാനിച്ചതുകൊണ്ടാണ് കേരളത്തിൽ നല്ല ഒരു രമ്യമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നത് എന്നതാണ്. ഈ കാര്യത്തെ നമ്മൾ പ്രത്യേകം അംഗീകരിക്കുകയാണ്. അത് വളരെ വസ്തുതയാണ്. കാരണം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ട ആ ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ വലിയ രീതിയിൽ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ വലിയ പ്രയാസങ്ങളും ഒരു തീവ്രവാദ ലൈനിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ആ സമയത്ത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ സംഘടനകൾ, സാമുദായിക സംഘടനകൾ, അതുപോലെ തന്നെ മതസംഘടനകൾ അവരെല്ലാം രംഗത്ത് വന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്ന് അവരുടെ യുവാക്കളെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നടന്ന ആ സമയത്ത് നടന്ന മുജാഹിദ് സമ്മേളനം ആ വിഷയത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നതായിരുന്നു അന്ന് നമ്മളെടുത്ത പ്രമേയം. അപ്പോൾ ആ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരം തെറ്റായ ചിന്താധാരകളെ എതിർക്കാൻ രംഗത്ത് വന്നു എന്ന ആ ഒരു കാര്യം വളരെ വസ്തുതാപരമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സംസാരത്തെ നമ്മൾ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ തീർത്തും അദ്ദേഹത്തോട് വിയോജിക്കുന്ന ചില വിഷയങ്ങൾ കൂടി ഉണ്ട്. ആ വിയോജിക്കുന്ന വിഷയങ്ങളും അതിനോടുള്ള പ്രതികരണങ്ങളുമാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ആശയം നമുക്ക് കേൾക്കാം. നോക്കൂ, ഒന്നും ശുദ്ധമല്ല കേട്ടോ. ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഏത് ആശയ സംഹിതയും വിധേയമാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും ശുദ്ധമല്ല എന്ന ഒരു പ്രസ്താവന ശരിയല്ല. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചാണല്ലോ. ഇസ്ലാം എന്ന് പറയുന്നത് ശുദ്ധമാണ് എന്നതാണ് നാം മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും. എന്തുകൊണ്ടാണ് ഇസ്ലാം ശുദ്ധമാണ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാം എന്നത് ഒരിക്കലും മനുഷ്യനിർമ്മിതമായ ഒരു പ്രത്യയശാസ്ത്രമല്ല. മനുഷ്യന്മാർ നിർമ്മിച്ച ഒരാശയമാണ് എങ്കിൽ ആ ആശയത്തിന് പരിമിതികളുണ്ടാവും. കാരണം മനുഷ്യന് പരിമിതികളുണ്ട്. മനുഷ്യന് അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭ്യമാകുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചിന്തിക്കാനും പഠിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ. അവനൊരുപാട് പരിമിതികളുണ്ട്. നമുക്കറിയാം, സയൻസിന് പരിമിതികളുണ്ട്. സയൻസ് എത്രത്തോളം കണ്ടെത്തുന്നുവോ ആ കണ്ടെത്തുന്ന കാര്യങ്ങളിൽ പലതും പിൻവലിക്കുന്നുണ്ട്, പലതും തിരുത്തുന്നുണ്ട്. അവശേഷിപ്പിക്കുന്നത് വളരെ കുറച്ചായിരിക്കും. പിന്നീടും മുന്നോട്ട് പോകുമ്പോൾ അതിൽ മാറ്റം വരും. അതിനെന്ത് മനസ്സിലാകുന്നു? അത് മനുഷ്യൻ്റെ പരിമിതികളാണ്. അപ്പോൾ മനുഷ്യന് പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ ഉണ്ടാക്കിയ ആശയങ്ങളാണ് എങ്കിൽ, കണ്ടെത്തിയ ചിന്താഗതികളാണ് എങ്കിൽ, അത് കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രചരിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതിയുണ്ടാക്കിയ ഒരു തത്വശാസ്ത്രമല്ല. ഈ ഭൂലോകത്തെ ഏതെങ്കിലും മനുഷ്യനുണ്ടാക്കിയതല്ല. മറിച്ച് അത് ദൈവത്തിൽ നിന്ന് അവതീർണമായ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ തെറ്റ് സംഭവിക്കുകയില്ല. ദൈവികമായതുകൊണ്ട് തെറ്റ് സംഭവിക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയുന്നവനാണ് ദൈവമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ദൈവം മുന്നോട്ട് വെച്ച ഒരാശയത്തെ എത്ര കാലം മുന്നോട്ട് പോയാലും അതൊരിക്കലും പുനഃപരിശോധന നടത്തേണ്ടുന്ന ഒരാവശ്യം ഉണ്ടാകുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ട സുപ്രധാനമായൊരു കാര്യം. വിശുദ്ധ ഖുർആൻ തന്നെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് അവൻ ഏകനാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, അവൻ സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ അവൻ ജനിച്ചുണ്ടായവനുമല്ല, അവന് തുല്യമായി മറ്റൊരാളുമില്ല എന്നാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന രീതിയിലൊന്നുമല്ല ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൈവം എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനുമായതുകൊണ്ട് തന്നെ ആ ദൈവം നമുക്ക് നൽകിയ ഈ ഒരു ആശയം, അതാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. അത് എല്ലാ കാലത്തേക്കും യോജിക്കുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കിക്കേണ്ടതില്ല. അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. നമുക്കറിയാം, ഇസ്ലാം മുന്നോട്ട് വെച്ച ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ നമ്മുടെ പുരോഗമനത്തിന് യോജിക്കാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയോ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. ഒരുപാട് ഉദാഹരണം, ഒരൊറ്റ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയം നമ്മൾ ഇത്രയും കാലം പ്രചരിപ്പിച്ചത് ജനസംഖ്യ പെരുകുന്നുവെന്നത് ഇവിടെ ദാരിദ്ര്യമുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും എന്നതാണ്. അതുകൊണ്ട് കുറച്ചു കൊണ്ടുവരണമെന്നതായിരുന്നു മാൽത്തൂസ്യൻ തിയറിയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് മൊത്തം പ്രചരിപ്പിക്കപ്പെട്ടത്. അതിലേറ്റവും മുന്നിൽ നിന്ന രാജ്യമായിരുന്നു നമ്മുടെ അയൽ രാജ്യമായ ചൈന.
ഇപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? ചൈന അതിൽ നിന്ന് യൂ ടേൺ എടുത്തു. മറ്റൊരുപാട് രാഷ്ട്രങ്ങൾ ഇന്ന് അതിൽ നിന്ന് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുന്നു. പോരുന്നു എന്ന് മാത്രമല്ല, ജനങ്ങളുടെ മുമ്പാകെ വന്ന് ഭരണാധികാരികൾ കരയുകയാണ്. അവർ കരഞ്ഞുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഓരോ വീട്ടിലും 4-5 കുട്ടികളെ ഉണ്ടാവണമെന്നതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നാണ്. ഇതേ ചർച്ച ഇന്ത്യയിലേക്കും വന്നു. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ അത് പൊളിറ്റിക്കലി നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പുനർനിർണ്ണയം വരുമ്പോൾ അത് ഉത്തരേന്ത്യയിൽ മണ്ഡലങ്ങൾ കൂടാനും ഇവിടെ കുറയാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഭരണാധികാരികൾ രംഗത്ത് വന്നിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ലോകം ഇനി സന്താനോൽപാദനം നിയന്ത്രിക്കേണ്ടതില്ല എന്നിടത്തേക്ക് കടന്നു വരുന്നു. കാരണം അതിൻ്റെ ബുദ്ധിമുട്ടെന്താ? മുതിർന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. അവരെ പരിചരിക്കാനും നോക്കാനും അതുപോലെ തന്നെ ജോലി ചെയ്യാനും പറ്റുന്ന ഇളം തലമുറ ഇല്ലാതെയായി. വലിയ മാൻ പവറിൻ്റെ പ്രശ്നമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്ലാം വളരെ മുമ്പേ പറഞ്ഞു, ഒരിക്കലും തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കൊല്ലാൻ പാടില്ല. ലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ് എന്നാണ്. ഒരിക്കലും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കൊല്ലരുത്. അത് ആ അജ്ഞാനകാലത്ത് അങ്ങനെ കൊല ചെയ്തിരുന്നു, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ പന്നിപ്പേറ് പോലെ പ്രസവിച്ചു കൂട്ടുന്ന ആൾക്കാരാണ്, ആഹ്വാനം ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു വളരെ മോശമായി ഇസ്ലാമിനെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തു പറയുന്നു? എല്ലാവരും ഈ നയത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ വാചകങ്ങളായതുകൊണ്ടാണ് ഇത് കാലാതിവർത്തിയായി നിലകൊള്ളുന്നത് എന്നതിന് ഒരു ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് മതത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങൾ എടുത്തു നോക്കൂ. കേരളീയമായ ജീവിതശൈലിയോടും കേരളീയമായ പാരമ്പര്യത്തോടും പൊരുത്തപ്പെട്ടുകൊണ്ട് അവരവരുടെ മതത്തെ നവീകരിക്കുകയും ആ മതം മറ്റു മതങ്ങൾക്ക് കൂടി ആക്സെപ്റ്റബിൾ ആവുകയും ചെയ്യുന്ന വിധത്തിൽ ഒരു പരിവർത്തനത്തിന് മുസ്ലിം സമുദായം തയ്യാറായിട്ടുണ്ട്. അങ്ങനെ തയ്യാറായതുകൊണ്ടാണ് ആ മതത്തെ ഉൾക്കൊള്ളാൻ മറ്റു മതങ്ങളും തയ്യാറായത്. തെറ്റാണ് ഈ പ്രസ്താവന. ഇസ്ലാം മതം മറ്റുള്ളവർ സ്വീകരിക്കാൻ തയ്യാറായത് അവരുടെ മതങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും ഇസ്ലാം പരിവർത്തിക്കപ്പെട്ടതുകൊണ്ടല്ല. അത് നിങ്ങളുടെ നിരീക്ഷണം തെറ്റിയിരിക്കുന്നുവെന്നേ നമുക്കതിൽ സൂചിപ്പിക്കാനുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം അതിൻ്റെ ഐഡൻറ്റിറ്റിയിൽ തന്നെ നിലനിന്നുകൊണ്ട്, അതിൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ഒരു മുസ്ലിം ഇവിടെ ജീവിക്കുമ്പോൾ അവനിവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്നൊരു ആഖ്യാനം ഈ വാചകത്തിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അഥവാ ഇസ്ലാം പ്രായോഗികമല്ല, അത് നിർബന്ധമായും പരിവർത്തിക്കപ്പെടേണ്ട ഒരാശയമാകുന്നു എന്നാണ് അതിൽ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വാദം ശരിയല്ല. ഇസ്ലാം അതിൻ്റെ ഒറിജിനിൽ തന്നെ നിലനിന്നുകൊണ്ട് മറ്റു സമൂഹങ്ങളും സമുദായങ്ങളും മതങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ അതിന് ശേഷിയുണ്ട്. അങ്ങനെ തന്നെയാണ് ലോകത്ത് അത് നിലനിന്നിട്ടുള്ളത്. കേരളത്തിൽ ഇസ്ലാം വന്ന സന്ദർഭം നമുക്കറിയാം. അന്ന് കേരളത്തിലുള്ള എല്ലാ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയിൽ ശ്വാസം മുട്ടിക്കൊണ്ടാണ് സമൂഹം ഉണ്ടായിരുന്നത്. ആ ജാതി വ്യവസ്ഥയിൽ ശ്വാസം മുട്ടുന്ന സമൂഹത്തിനോടൊപ്പം ഇസ്ലാം ചേരുകയും ആ ജാതി വ്യവസ്ഥയെ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടല്ലല്ലോ ഇസ്ലാം ഇവിടെ വളർന്നത്. മറിച്ച് ജാതീയത ഇസ്ലാമിലില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് പോയത്. അപ്പോൾ അതിൻ്റെ മഹത്വം കണ്ട് ഈ ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അല്ലാതെ ഇസ്ലാം ഇവിടെ ഉണ്ടായിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന അതുപോലെയുള്ള ജീർണതകളുമായിട്ടോ മറ്റു സാമ്പ്രദായികമായ സാഹചര്യങ്ങളുമായിട്ടോ ഒത്തുചേർന്നത് കൊണ്ടല്ല എന്ന് നാം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാം ശുദ്ധമാണ്, അതിൽ യാതൊരു കലർപ്പും ഉണ്ടാക്കേണ്ടതില്ല. അതിൽ മറ്റുള്ളത് കലർന്നാൽ മാത്രമേ അത് ശുദ്ധമായി നിലനിൽക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതില്ല. അത് അതിൻ്റെ ബേസിക്കായിട്ട് തന്നെ, അതിൻ്റെ ഒറിജിനിൽ തന്നെ അത് ശുദ്ധമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, ഹേ മനുഷ്യരെ, നിശ്ചയമായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം തിരിച്ചറിയപ്പെടാൻ വേണ്ടി നിങ്ങളെ നാം പല വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കുകയും ചെയ്തിരിക്കുന്നു. നിശ്ചയമായും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ഭയഭക്തിയുള്ളവനാകുന്നു. നിശ്ചയമായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതിലൊരിക്കലും തന്നെ ഉച്ചനീചത്വങ്ങളോ അരികുവൽക്കരണമോ മറ്റുള്ള ഡിസ്ക്രിമിനേഷനുകളോ ഒന്നും തന്നെ അതിലുണ്ടാവാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്തിനാണ് ആ ഒറിജിനായി നിൽക്കുന്ന ആ ഒരു ആശയത്തെ പിന്നീട് നമ്മൾ പരിവർത്തിപ്പിക്കേണ്ട എന്താവശ്യമാണുള്ളത്? എന്തുകൊണ്ട് ശുദ്ധമായ മതത്തിൽ വിശ്വസിച്ചുകൂടാ എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ശരിയാണ്, എന്തും ശുദ്ധമായിരിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള വളരെ പ്രാഥമികമായ ഒരു ലോജിക്ക് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനൊരു മറുപുറമുണ്ടല്ലോ. ഇപ്പോൾ
ഹിന്ദുമതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഹിന്ദുത്വവാദം എന്താണ് പറയുന്നത്? ഹിന്ദുത്വവാദം പറയുന്നത് വൈദിക സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്നത്. ആ വൈദിക സംസ്കാരം എന്താണ്? ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറമുള്ളൊരു സംസ്കാരമാണ്. ആ സംസ്കാരമാണ് ശുദ്ധം. അപ്പോൾ ആ ശുദ്ധമായ സംസ്കാരത്തെ പുനഃസ്ഥാപിക്കാനാണല്ലോ ഹിന്ദുത്വം ശ്രമിക്കുന്നത്. അത് അവരുടെ വാദം, ഹിന്ദുത്വത്തിൻ്റെ വാദം മാത്രമാണ്. ഒരിക്കലും തന്നെ അതിൽ യാതൊരു വസ്തുതയുമില്ല. വൈദിക സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്നത്. ഈ വാദം നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഹിന്ദുത്വത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല? അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് ചാതുർവർണ്ണയത്തിൻ്റെ ആശയമാണ്, മനുസ്മൃതിയുടെ ആശയമാണ്. ആ ആശയത്തെ അംഗീകരിക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? അത് പിന്തിരിപ്പനായ ആശയമാണ്, അത് ആധുനിക കാലത്തിന് യോജിക്കാത്ത ആശയമാണ്, അത് മത പുനരുത്ഥാനവാദമാണ്, അത് അന്യമതസ്ഥരെ അന്യവൽക്കരിക്കുന്ന നിലപാടാണ്. ഈ അർത്ഥത്തിലാണ് നമ്മൾ ഹിന്ദുത്വവാദത്തെ എതിർക്കുന്നത്. അതെ, ഇത്രയും കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഹിന്ദുത്വവാദം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ഇസ്ലാം ഒരിക്കലും തന്നെ ഈ പറഞ്ഞ ഗണത്തിലൊന്നും ഉൾപ്പെടുകയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത് ദൈവികമായ മതമാണ്. ഹിന്ദുത്വം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് അന്യമതസ്ഥരെ അന്യവൽക്കരിക്കുന്ന നിലപാടാണ്. ഈ അർത്ഥത്തിലാണ് നമ്മൾ ഹിന്ദുത്വവാദത്തെ എതിർക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ കാര്യത്തിലും. ഒരിക്കലുമല്ല, അതുപോലെയല്ല ഇസ്ലാം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ആദിമ മനുഷ്യൻ മുതൽ നിലനിന്ന് പോരുന്ന പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ മതമാണ്. എന്നാൽ ഹിന്ദുത്വ എന്നത് 20-ാം നൂറ്റാണ്ടിൽ സവർക്കർ അടക്കമുള്ള ആളുകൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഹിന്ദു രാഷ്ട്രവാദത്തിൻ്റെ പേരാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും ഒന്നല്ല. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ ഹിന്ദുത്വവാദം മുന്നോട്ട് വെക്കുന്നത് ചാതുർവർണ്ണയമാണ്. എന്നാൽ മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കണം എന്ന ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഹിന്ദുത്വവാദം പിന്തിരിപ്പനാണ്. ആധുനിക കാലത്ത് ഒരിക്കലും അതിന് യോജിക്കാത്തതാണ്. എന്നാൽ ഇസ്ലാമിലെ ആശയങ്ങളാകട്ടെ എല്ലാ കാലത്തും പ്രായോഗികമാണ്, നിത്യപ്രസക്തമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിന്ദുത്വം അന്യമതസ്ഥരെ അന്യവൽക്കരിക്കുന്ന നിലപാടാണ്. ഇസ്ലാം അന്യമതങ്ങളെയും അവരുടെ ദൈവങ്ങളെയും ഒരു നിലക്കും നിന്ദിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു മതമാണ്. ഹിന്ദുത്വം വർഗീയത കത്തിച്ച് അധികാരം നേടുന്ന ഒരു ടീമാണ്. എന്നാൽ ഇസ്ലാം ആകട്ടെ വർഗീയതയെക്കുറിച്ച് പറഞ്ഞത് ഒരിക്കലും തന്നെ അത് അംഗീകരിക്കാൻ പാടില്ല എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നമുക്ക് കാണാം. വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും ജാഹിലിയത്തിൻ്റെ സ്വഭാവമാകുന്നു എന്നാണ്. അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അജ്ഞാനകാലത്തുണ്ടായിരുന്ന ആളുകളുടെ ഒരു സ്വഭാവമായിരുന്നു എന്ത്? വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലപ്പെടുക, അതുപോലെ തന്നെ അതിനുവേണ്ടി കൊല ചെയ്യുക എന്നത്. അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്നാണ്. ലോകർക്ക് എന്നാണ് അവിടെ പ്രത്യേകം ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞത് എന്താണ്? ലോകരക്ഷിതാവിനാകുന്നു സർവസ്തുതിയും എന്നാണ്. അല്ലെങ്കിൽ അറബികളുടെ രക്ഷിതാവ്, മുസ്ലിങ്ങളുടെ രക്ഷിതാവ്, കറുത്തവൻ്റെ രക്ഷിതാവ്, വെളുത്തവൻ്റെ രക്ഷിതാവ് എന്നല്ല. ദൈവത്തെ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അത് ലോകരക്ഷിതാവ്, എല്ലാവരുടെയും ദൈവം എന്ന അർത്ഥത്തിലാണ്. പ്രവാചകനെ പരിചയപ്പെടുത്തുമ്പോൾ അതെല്ലാവർക്കും കാരുണ്യമെന്നാണ്. അത് മുസ്ലിങ്ങൾക്ക് കാരുണ്യം, ഹിന്ദുക്കൾക്ക് കാരുണ്യമെന്നല്ല, എല്ലാവർക്കും കാരുണ്യമെന്നാണ്. മാത്രവുമല്ല, ഒരു നിരപരാധിയെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിധി എന്താണെന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിലെ 32-ാമത്തെ ആയത്തിൻ്റെ പരിഭാഷയിൽ കാണാം, മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള രീതിയിലാണ് ഇസ്ലാം നിരപരാധികളുടെ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇവിടെയും തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മുസ്ലിമിനെ കൊന്നാൽ എന്നല്ല പറഞ്ഞത്, മനുഷ്യനെ കൊന്നാൽ എന്നാണ്. അത് മൊത്തം ആളുകളെ കൊന്നതിന് തുല്യമാകുന്നു എന്നാണ്. ഇനിയൊരു വ്യക്തികൾക്ക് ഒരു നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ഒരിക്കലും ഇസ്ലാം നൽകുന്നുമില്ല എന്ന് ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, സ്വജനപക്ഷപാതിത്വം ഇസ്ലാമിൽ ഒട്ടുമേയില്ല. ഒരു സ്ത്രീ മോഷണം നടത്തിയ സന്ദർഭത്തിൽ ആ സ്ത്രീയുടെ ഇസ്ലാമിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് മോഷണം ചെയ്തു കഴിഞ്ഞാൽ കൈ മുറിക്കുക എന്നതാണ്. ആ കൈ വെട്ടുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ശുപാർശയായിക്കൊണ്ട് അവരുടെ ഒരു ബന്ധു എത്തുകയുണ്ടായി. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത്, എൻ്റെ മകൾ ഫാത്തിമയാണ് കളവ് നടത്തിയതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിച്ച് കളയുക തന്നെ ചെയ്യും എന്നാണ്. അപ്പം അത്രക്ക് ഗൗരവം സ്വജനപക്ഷപാതത്തിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ കാണിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ സമയത്ത് നടക്കുന്ന അറഫ മൈതാനിയിൽ ഒരു പ്രഭാഷണമുണ്ട്.
ആ പ്രഭാഷണത്തിൽ ഉൾക്കൊണ്ടൊരാശയം, ഒരു അറബിക്ക് അനറബിയെക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അവസാന വിജയമുണ്ടാവുക എന്നാണ്. അപ്പോൾ ഈ ആശയവും ചാതുർവർണ്ണത്തിൻ്റെ ആശയവും എങ്ങനെയാണ് നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുക? അപ്പോൾ ഇസ്ലാം ശുദ്ധിവാദം പറയുന്നു, ആ ശുദ്ധിവാദം തന്നെയാണ് ഹിന്ദുത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വത്തിൻ്റെ ആ ശുദ്ധിവാദത്തെ നമ്മൾ ഇതുകൊണ്ട് അംഗീകരിക്കേണ്ടി വരും. ഇസ്ലാം ശുദ്ധിയിലേക്ക് മടങ്ങണം എന്നുള്ള വാദം പറയുമ്പോൾ അവരും ഹിന്ദുത്വവും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന സമീകരണം രണ്ട് നിലക്ക് പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല, അത് ദൈവികമാണ്, അതുകൊണ്ട് അത് ശുദ്ധമാണ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം അത് സാർവത്രികമാണ്, ഒരു നിലക്കും അതിൽ മാറ്റം ആവശ്യമില്ല. എന്നാൽ ഹിന്ദുത്വ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്, അത് ചാതുർവർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്, അതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ്, അത് ദൈവികമാണ് എന്ന് അവർക്ക് സ്ഥാപിക്കാൻ ഒരു നിലക്കും കഴിയില്ല. അത് വൈദികമായി ലഭിച്ചതാണ് എന്നവർ പറയുക മാത്രമാണ് ചെയ്യുന്നത്, സ്ഥാപിക്കാൻ കഴിയില്ല. ഇസ്ലാം അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ അത് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുള്ള ഗ്രന്ഥമാണ് എന്നത് നമുക്ക് തെളിയിക്കാൻ കഴിയും. അത് ബഹുമാനനായ ഉണ്ണി ആ വിഷയത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമുക്ക് ആ വിഷയം ഓപ്പൺ ചെയ്യാവുന്നതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു സംവാദത്തിനും പഠനത്തിനും താങ്കൾ തയ്യാറാവുകയാണ് എങ്കിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യർ എഴുതി ഉണ്ടാക്കിയതല്ല എന്നും അത് ദൈവത്തിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാകുന്നുവെന്നും നമുക്ക് അനായാസം അത് തെളിയിക്കാൻ കഴിയും. ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാവുന്നതേ ഉള്ളൂ. അതാണ് ആ വിഷയത്തെ സൂചിപ്പിക്കാനുള്ളത്. ഇസ്ലാം എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ ആ വ്യാപിച്ച എല്ലാ മേഖലകളിലെയും സംസ്കാരത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് വികസിക്കാനാണ് ശ്രമിച്ചത്. അവിടെ ഒരു ശുദ്ധ മതവാദത്തെ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് ആ സമൂഹം അന്വൽക്കരിക്കപ്പെടും. ഇവിടെയും നേരത്തെ പറഞ്ഞ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് ഇസ്ലാമിൻ്റെ ഒറിജിനിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ്, അഥവാ ഇസ്ലാം പ്രശ്നമാണ് എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ധാരണ. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം വളരണമെങ്കിൽ, വ്യാപിക്കണമെങ്കിൽ അത് സാമ്പ്രദായികമായ തദ്ദേശീയമായ അവസ്ഥകളോട് ചേർന്ന് നിന്ന് അതിലുള്ളത് കൂടി സ്വീകരിച്ചാൽ മാത്രമേ അവർക്ക് വളർന്ന് വികസിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ നിഷിദ്ധങ്ങൾ അഥവാ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുവദനീയമാണ് എന്നതാണ് അതിൻ്റെ വിധി. അപ്പോൾ ഏതൊരു രാജ്യത്തും ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള സമൂഹത്തോടൊപ്പം ജീവിക്കാൻ അവർക്കൊരു പ്രശ്നമല്ല. കാരണം അവരിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട മേഖലകൾ വളരെ കുറച്ചേ ഉള്ളൂ. ആ നിഷിദ്ധങ്ങളിൽ നിന്ന് മാത്രമേ വിട്ടു നിൽക്കേണ്ടതുള്ളൂ. ഉദാഹരണം, ബഹുദൈവ ആരാധന, അത് മുസ്ലിമീങ്ങൾക്ക് തെറ്റാണ്, കുറ്റമാണ്. കാരണം ഈ പ്രപഞ്ചത്തിന് ഏകനായ ഒരു സൃഷ്ടാവുണ്ട്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ ആ അടിത്തറയ്ക്ക് വിപരീതമാണെന്ത്? മറ്റുള്ളവരോട്, മരിച്ചവരോടും മഹാന്മാരോടും കല്ലിനോടും അതുപോലെ ഖബറിനോടും ഒക്കെ പ്രാർത്ഥിക്കുക, ആരാധിക്കുക എന്നത്. ആ നിഷിദ്ധത്തിലേക്ക് പോകുവാൻ പാടില്ല. കള്ള് നിഷിദ്ധമാണ്, അതിലേക്ക് പോകാൻ പാടില്ല. വ്യഭിചാരം നിഷിദ്ധമാണ്, അതിലേക്ക് പോകാൻ പാടില്ല. പലിശ നിഷിദ്ധമാണ്, അതിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയുള്ള നിഷിദ്ധങ്ങളിൽ നിന്ന് മാത്രമേ വിട്ടു നിൽക്കാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. ആ നിഷിദ്ധങ്ങൾ, ഇസ്ലാം നിഷിദ്ധമാക്കിയ ഏതൊരു കാര്യം നിങ്ങളെടുത്ത് പഠിച്ചു നോക്കൂ. അത് എത്ര ആധുനികമായ ഈ ലോകത്തും ഇനി മുന്നോട്ട് പോയാലും ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യം അനുവദനീയമാക്കേണ്ടിയിരുന്നു എന്ന് നമുക്ക് ഒരു നിലക്കൊന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയില്ല, സാമൂഹികമായി തെളിയിക്കാൻ കഴിയില്ല, നമ്മുടെ അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. അത് എന്നും ഇന്നലെയും ഇന്നും നാളെയും തെറ്റായിരിക്കും. അതിലും ബഹുമാനപ്പെട്ട ഉണ്ണി ബാലകൃഷ്ണൻ അതിലൊരു പഠനത്തിനും അന്വേഷണത്തിനും തയ്യാറാവുകയാണെങ്കിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയതിൻ്റെ ലിസ്റ്റുകളുണ്ട്. അതിൽ ഓരോന്നും നമുക്ക് എടുക്കാം, അതിൽ ശാസ്ത്രീയമായ വിശകലനങ്ങൾ നടത്താം, ചരിത്രത്തിലേക്ക് പോകാം, വർത്തമാനം പരിശോധിക്കാം. അങ്ങനെ ആ വിഷയത്തിലും തന്നെ ഏതെങ്കിലും ഒരു വിഷയം ഇസ്ലാം നിഷിദ്ധമാക്കിയത് അനുവദനീയമാക്കേണ്ടിയിരുന്നു എന്ന് പറയാൻ കഴിയില്ല. ഈ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, മറ്റുള്ളത് കൂടി സ്വീകരിച്ചാൽ മാത്രമേ ഇസ്ലാമിന് നിലനിൽക്കാൻ കഴിയുള്ളൂ, മുസ്ലിമീങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ആ സമൂഹം അന്യവൽക്കരിക്കപ്പെടും എന്നതാണ്. ഇതിലൊരു വലിയ പ്രശ്നമുണ്ട്. അത് ഉണ്ണി അത്രത്തോളം അതിൽ അപകടം, ആ വാചകത്തിൽ അത്ര അപകടമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കില്ല പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മുസ്ലിങ്ങൾ അവരുടെ മതം കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് അതിൽ വെള്ളം ചേർക്കാതെ, അതിൽ യാതൊരു കലർപ്പുമില്ലാതെ അവരുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അവരെ ഉൾക്കൊള്ളാൻ ഈ സമൂഹം തയ്യാറാവുകയില്ല എന്നതല്ലേ അതിൻ്റെ മറ്റൊരർത്ഥം. ഇത് യഥാർത്ഥത്തിൽ ഫാസിസത്തിൻ്റെ മറ്റൊരു മുഖമാണ്. അതായത് ഇവിടെയുള്ള സാമ്പ്രദായിക രീതികളോട് മൊത്തം എല്ലാത്തിനോടും ഇടപെട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ ആ വിഭാഗത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല
എന്ന ഒരു പൊതുബോധമുണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ ശരിയായ രീതിയല്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ ഒരു ഫെഡറൽ സ്വഭാവമാണുള്ളത്. ഇപ്പോൾ ഇന്നും വൈകുന്നേരം ബഹുമാന്യനായ ഉണ്ണി ബാലകൃഷ്ണൻ ഫെഡറലിസത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇന്ത്യ മൊത്തം ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ ഓരോ സ്റ്റേറ്റിനും പ്രത്യേകമായ വ്യക്തിത്വം നിലനിർത്തണം എന്നല്ലേ നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ വിമർശിക്കുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു ടാക്സ് എന്തിനാണ് നമ്മൾ വിമർശിക്കുന്നത്? ഒരു രാജ്യം ഒരു ഭാഷ എന്തിനാണ് വിമർശിക്കുന്നത്? ഓരോന്നിനും ഓരോ സ്റ്റേറ്റിനും ഒരു പ്രത്യേകമായ അസ്തിത്വമുണ്ട്, വ്യക്തിത്വമുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നതല്ലേ. ആ വാദം തെറ്റാണോ? അത് വാദിക്കാൻ പാടില്ലേ? അതുപോലെ തന്നെയാണെന്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെയുള്ള സാമ്പ്രദായിക ശീലങ്ങളോടും കാര്യങ്ങളോടും എല്ലാം അവർ യോജിച്ചു പോകും. പക്ഷെ അവരുടെ മതം വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാത്രമേ അവർ വിട്ടു നിൽക്കുകയുള്ളൂ. അതിൽ വിട്ടു നിന്നുകൊണ്ട് അവരുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചാൽ മറ്റൊരാൾക്കും അതുകൊണ്ട് യാതൊരു തകരാറുമില്ല, മറ്റൊരാളുടെയും അവകാശം ഹനിക്കുന്നില്ല, ഒരാൾക്കും അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ അവരുടേതായ ആ ഒരു ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ച് എന്നാൽ മറ്റു കാര്യങ്ങളിലൊക്കെ എല്ലാവരോടും കൂടി യോജിച്ചുകൊണ്ടും ഇവിടെ ജീവിച്ചു പോകുന്ന മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കാൻ പാടില്ല എന്ന് നമ്മൾ വാദിച്ചാൽ നമ്മൾ ഈ ഫെഡറൽ സ്വഭാവത്തെ നിഷേധിക്കുന്നതിന് തുല്യമല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തരും അവരവരുടെ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അതോടൊപ്പം മാനുഷികമായ മറ്റെല്ലാ വിഷയങ്ങളിൽ ഒന്നിച്ച് നിലകൊള്ളുകയും ചെയ്യുക എന്ന ഒരു രീതിയല്ലേ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കേണ്ടത്. വളരെ ഹാർഡ് കോറായ ഒരു മതസംഹിതയെ ആധുനിക കാലത്ത് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അവർ പുറന്തള്ളപ്പെടും. ഇവിടെ വളരെ ഹാർഡ് കോറായ ഒരു മതം എന്നത് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാണല്ലോ. ഒരിക്കലും തന്നെ ഇസ്ലാം ഹാർഡ് കോറല്ല, അത് വളരെ ലളിതമാണ്. ഇന്നദ്ദീന യുസ്റുൻ എന്നാണ് സാധാരണ പറയാം. നിശ്ചയമായും മതം എളുപ്പമാകുന്നു എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരൊറ്റ ഉദാഹരണം പറയാം. കോവിഡ് വന്ന സമയത്ത് ആരാധനാലയങ്ങളെല്ലാം അടച്ചു. അത് നമുക്കെല്ലാവർക്കും അറിയാലോ. ഒരുപാട് മാറ്റങ്ങൾ വന്നു നമ്മുടെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും പ്രാർത്ഥനകളിലും മതപരമായ കാര്യങ്ങളിലും പെരുന്നാൾ നമസ്കാരങ്ങളിലും എല്ലാം മാറ്റം വന്നു. പലരും വിചാരിച്ചത് ഇസ്ലാം ഇപ്പം ഉണ്ടാക്കിയ ഒരു പ്രത്യേക മാറ്റമാണ് എന്നാണ്. അല്ല, ഇങ്ങനെ ഒരു സന്ദർഭം വന്നാൽ എന്തു വേണം എന്നതും മതം നേരത്തെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രവാചകൻ്റെ കാലത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു വിഷയം കൊണ്ടുവരേണ്ട കാര്യമില്ല. സാധാരണ നമസ്കരിക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് നിർദ്ദേശം എന്താണ്? കൃത്യമായി 5 നേരം നമസ്കരിക്കണം എന്നാണ്. എന്നാൽ അയാൾ യാത്രയിലാണെന്ന് വിചാരിക്കുക. യാത്രയിലാണ് എങ്കിൽ 2 സമയത്തുള്ള ഉച്ചക്കും അതുപോലെ തന്നെ 4 മണിക്കുമുള്ള നമസ്കാരത്തെ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ സമയത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ നോമ്പ് കാലം, നോമ്പ് 30 ദിവസവും നോമ്പ് നോൽക്കണമെന്നാണ് നിർബന്ധം. പക്ഷേ അയാൾ രോഗിയോ യാത്രക്കാരനോ മറ്റോ ആണ് എങ്കിൽ അവർക്കതിന് പ്രത്യേക ഇളവുണ്ട്. ആ കാലം കഴിഞ്ഞ് പിന്നീട് നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. ഇങ്ങനെ ഒരുപാട് കാര്യത്തിൽ. അതുപോലെ തന്നെയാണെന്ത്, ഒരു മഹാമാരി വന്നാൽ, പകർച്ചവ്യാധി വന്നാൽ, അതിന് മൊത്തം ഇസ്ലാമിൽ നേരത്തെ തന്നെ നിയമമുണ്ട്. എന്താണ്? പകർച്ചവ്യാധി ഉള്ളയിടത്തുനിന്ന് ഒരാളും എവിടേക്കും യാത്ര ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നിന്ന് ഈ പകർച്ചവ്യാധി ഉള്ള സ്ഥലത്തേക്ക് ആരും വരാൻ പാടില്ല. ഇതിന് നമ്മൾ വിളിച്ച പേരാണ് ക്വാറന്റൈൻ എന്ന് പറയുന്ന പേര്. പക്ഷേ ഈ ക്വാറന്റൈൻ നിയമം പലരും വിചാരിച്ചത് എന്താ? ഇത് സർക്കാർ ഈ നിയമം നടപ്പാക്കിയപ്പോൾ മതങ്ങളെല്ലാം അവരുടെ എല്ലാ നിയമങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇത് അംഗീകരിക്കപ്പെട്ടു എന്നാണ്. ചില ആളുകളൊക്കെ എവിടെ പോയി നിങ്ങളുടെ മതം, എവിടെ പോയി നിങ്ങളുടെ ദൈവം ഈ സമയത്ത് എന്നൊക്കെ ആ സമയത്ത് ചോദിച്ചു പോയിട്ടുണ്ട്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതികൂല ഘട്ടങ്ങളിലും എങ്ങനെ ജീവിക്കണം, ആ സമയത്തെ മതം എങ്ങനെ വിശ്വസിക്കണം, ആചരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ സംസാരത്തിൽ ആകത്തുകയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം ആ പഴയ കാലത്തേക്ക് പോകണം, ആ ഒറിജിനിലേക്ക് പോകണം, അതാണ് ശുദ്ധിവാദം, അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ആശയം എന്ന് നമുക്ക് തോന്നുന്നത്, ഇസ്ലാമിൻ്റെ പഴയ കാലത്തിലേക്ക് പോയാൽ അതെന്തോ ഒരു പ്രശ്നമാണ്, അതെന്തോ ഒരു കുഴപ്പമാണ്, ഇസ്ലാമിൽ ബേസിക്കായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊരിക്കലും പുരോഗമന കാലത്തിന് യോജിക്കാത്ത ഒരുപാട് ആശയങ്ങൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന ഒരു ബോധം കോൺക്രീറ്റായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ട് എന്നാണ് ഈ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ വളരെ വിനയപൂർവ്വം അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ള ഒരു വിഷയം, ഇസ്ലാമിൻ്റെ
കൃത്യമായ വിശ്വാസങ്ങൾ, ആദർശങ്ങൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, അത് അനുവദനീയമെന്ന് പറഞ്ഞത്, അത് നിഷിദ്ധമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ വ്യക്തിപരമായി ഒരു വ്യക്തി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, കുടുംബം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, സമൂഹം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, ഒരു രാഷ്ട്രമുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റഡാണ്. അതാണ് അതിൻ്റെ വിശുദ്ധ ഖുർആനിലും അതിൻ്റെ വിശദീകരണമായ പ്രവാചകൻ്റെ വചനം, അതിനാണ് ഹദീസുകൾ എന്ന് പറയാം. ഇതാണ് ഇസ്ലാമിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ആ ഒരു 2 സംഗതികൾ ഇവിടെ ലഭ്യമാണ്. അത് ഏത് ഭാഷയിലും ലഭ്യമാണ്. അത് താങ്കളുടെ കയ്യിലുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് എത്തിച്ചു തരാവുന്നതേ ഉള്ളൂ. അത് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുമുണ്ട്, അതെല്ലാ ഭാഷയിലുമുണ്ട്. അത് വെച്ച് ഇതിൽ ഇന്ന വിഷയം ഈ കാലത്തിന് യോജിക്കാത്തതാണ്, ഇതിൽ ഇന്ന വിഷയം ഇന്ന രീതിയിൽ മാറ്റേണ്ടതാണ് എന്ന് കൃത്യമായി താങ്കൾ ചൂണ്ടിക്കാണിക്കുകയാണ് എങ്കിൽ ആ പ്രത്യേക ടോപ്പിക്ക് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യകരമായ ഈ സംവാദം മുന്നോട്ട് പോകണമെന്നും ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. താങ്കൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഇസ്ലാമിൻ്റെ ആ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്, അത് ഈ പുതിയ കാലത്തിന് യോജിക്കാത്തതാണ്, അത് മാറ്റിയേ പറ്റൂ എന്നതാണ്. അതെന്തുകൊണ്ടാണ് മാറ്റേണ്ടി വരുന്നത്? അതിലെന്തോ ഒരു തകരാറുള്ളത് കൊണ്ടാണ് എന്നതാണല്ലോ അതിൻ്റെ അടിസ്ഥാനം. ആ തകരാറ് എന്താണ്? അത് വസ്തുതാപരമായി കാടടച്ച് പറയുകയല്ല, നമ്മൾ കാട് കാണുകയല്ല, മരത്തെ കാണണം. കൃത്യമായി ഇന്ന കാരണം ഇന്ന വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് വിഷയബന്ധിതമായി താങ്കൾ സംസാരിക്കുകയാണെങ്കിൽ, ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ആ നിലക്കൊരു ഡിബേറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നത്. എന്നിട്ട് തകരാറുണ്ട് എന്നാണ് സ്ഥാപിക്കപ്പെടുന്നത് എങ്കിൽ അത് നമുക്ക് അപ്പോഴല്ലേ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഈ വിഷയത്തിൻ്റെ ഒരു മർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഒരു മതേതര മതവിഭാഗമായി മാറിയിട്ടുമുണ്ട്. ഞാൻ പറയുന്നത് മതേതര മതവിഭാഗം എന്ന് ഞാൻ പറയുന്നത് എല്ലാ അർത്ഥത്തിലുമാണ്. ഇവിടെ മതവിഭാഗം, മതേതര വിഭാഗം, ഇതിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് പറയാനുള്ളത്, നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് യൂറോപ്യൻ സെക്കുലറിസം അല്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മതനിരാസമാണ് യൂറോപ്യൻ സെക്കുലറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഉൾക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു അടക്കമുള്ള, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ EMS അടക്കമുള്ളവർ പറഞ്ഞത് ഇത് മതനിരപേക്ഷത എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ്. അതിനർത്ഥം മതം ഇല്ലാതെയാക്കുക എന്നതല്ല, ഗവൺമെൻറ്റിന് ഒരു മതം ഉണ്ടാകാൻ പാടില്ല, വ്യക്തികൾക്ക് മതമാകാം. ഇതാണല്ലോ നമ്മുടെ മതേതരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാവരോട് അംഗീകരിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വ്യക്തിപരമായി അയാളുടെ മതവിശ്വാസങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ അയാൾക്കൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നു കൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യാം, സഹവർത്തിത്വത്തോടു കൂടി മുന്നോട്ട് പോകാം. അതിനെയാണ് നമ്മളിവിടെ മതേതരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ മതത്തിൽ വെള്ളം ചേർത്തുകൊണ്ടുള്ളൊരു വ്യക്തിത്വത്തെയല്ല അവിടെ മതേതരത്വം, മതേതരം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്കൾ എങ്ങനെയാണത് വിവക്ഷിക്കുന്നത് എന്ന് ഒന്നുകൂടി വിശദീകരിച്ചാൽ നമുക്ക് ആ കാര്യം വീണ്ടും സംസാരിക്കാവുന്നതാണ്. നമ്മളിവിടെ പറയുന്നത് മനുഷ്യ സൗഹാർദ്ദമാണ് നമുക്കിവിടെ ആവശ്യം, അല്ലാതെ എല്ലാ മതത്തിൽ നിന്നും കുറേശ്ശെ ഭാഗങ്ങളെടുത്ത് അതൊരു ലായനിയാക്കി മാറ്റുക എന്നതല്ല. ഇപ്പോൾ ഒരു വെള്ളം തിളപ്പിച്ച് അതിൽ 3 ഖരസാധനങ്ങൾ ഇട്ട് കഴിഞ്ഞ് ഇളക്കിക്കഴിഞ്ഞാൽ അത് 3 അതിൽ ലയിച്ചു പോകും. ഇതിന് ലയനമെന്നാണ് പറയാം. ഇതിനൊരിക്കലും സൗഹാർദ്ദമെന്ന് പറയുകയില്ല. സൗഹാർദ്ദം എപ്പോഴാണ് ഉണ്ടാവുക? അവരവരുടെ വ്യക്തിത്വത്തിലും അസ്തിത്വത്തിലും നിലനിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി സഹകരിക്കുകയും സൗഹാർദ്ദത്തിൽ പോവുകയും ചെയ്യുമ്പോഴാണ് ആ നിലക്കുള്ള പരസ്പര സൗഹൃദം ഉണ്ടാകുന്നത്. മറ്റുള്ളത് എല്ലാവരും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ അതിനാവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ മതസൗഹാർദ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതങ്ങൾ തമ്മിലുള്ള ലയനമല്ല, മറിച്ച് ഓരോരുത്തരും അവനവൻ്റെ മതത്തിൽ നിലകൊള്ളുകയും പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക്, അഥവാ മനുഷ്യ സൗഹാർദ്ദമാണ് നമുക്കിവിടെ വേണ്ടത്. മനുഷ്യൻ എന്ന നിലക്ക് എല്ലാ കാര്യത്തിലും, ഇപ്പോൾ നമുക്ക് ചികിത്സയുടെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം, വികസന പ്രവർത്തനം, രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ നാടിന് നേരെ വരുന്ന വെല്ലുവിളികൾ, വർഗീയതയ്ക്ക് നേരെയുള്ള പോരാട്ടങ്ങൾ, ഇങ്ങനെ തുടങ്ങി, അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ സന്നദ്ധ പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് ചേർന്ന് നിൽക്കാം, ഒന്നിച്ചു പോകാം. എന്നാൽ ഓരോരുത്തരുടെയും മതം അവരുടെ മതപരമായ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്. അതിനാണ് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇത് പ്രവാചകൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. പ്രവാചകൻ്റെ കാലത്ത് ഇതിനുള്ള മാതൃകകൾ കാണിച്ചിട്ടുണ്ട്. കാരണം മദീനയിൽ പ്രവാചകൻ വന്ന സന്ദർഭത്തിൽ അവിടെ ജൂതന്മാരാണുള്ളത്. ജൂതമതവും ഇസ്ലാം മതവും വിശ്വാസപരമായി 2 ധ്രുവങ്ങളിലാണുള്ളത്. എന്നാൽ അവിടെ വന്നുകൊണ്ട് ആ മദീന എന്ന പട്ടണത്തെ പുറത്തു നിന്ന് ആരെങ്കിലും ആക്രമിക്കുകയാണ് എങ്കിൽ ജൂതന്മാരും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് അവരെ ചെറുക്കും. അതാണ് അവരുടെ കരാർ.
പ്രവാചകൻ ഉണ്ടാക്കിയ കരാറാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മതം അനുസരിച്ച് അവിടെ ജീവിക്കും, ഞാൻ എൻ്റെ മതം അനുസരിച്ചും കൊണ്ടും ജീവിക്കും. മതം പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന പരിപാടിയില്ല. അതേ ആ ആശയം തന്നെയാണ്. അപ്പോൾ പ്രവാചകൻ്റെ കാലത്തേക്ക് മടങ്ങി എന്നതുകൊണ്ട് ഒരപകടവും വരാനില്ല. ഇവിടെയുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും ഇസ്ലാമിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുകയാണ്. അത് ഇസ്ലാമിൻ്റെ പേരിൽ പലരും കലർത്താൻ ശ്രമിക്കുകയാണ്. അതിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? പ്രവാചകൻ്റെ കാലത്ത് എന്തില്ല? ഈ വർഗീയതയില്ല, ഈ തീവ്രവാദമില്ല. അതുകൊണ്ട് പ്രവാചകൻ ഈ ആയത്ത് കൊണ്ടോ ഈ ഹദീസുകൾ കൊണ്ടോ ഒരിക്കലും തീവ്രവാദം പ്രചരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഒറിജിനിലേക്ക് മടങ്ങുകയാണ് തീവ്രവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. ഒറിജിനിലേക്ക് മടങ്ങുകയാണ് എല്ലാ നിഷിദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല, അത് ദൈവികമാണ്. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ വാദിക്കുന്നത് എന്ന് ഒരു പക്ഷെ ചിന്തിച്ചേക്കാം. അതൊരു വാദം മാത്രമാണ്, അവർക്ക് തെളിയിക്കാൻ കഴിയില്ല. ഇസ്ലാം എന്ന് പറയുന്നത് ദൈവികമാണ് എന്നതൊരു വാദം മാത്രമല്ല, അത് വസ്തുനിഷ്ഠമാണ്, ആരുടെ മുമ്പിലും തെളിയിക്കാൻ കഴിയുന്നതാണ്. ആ വിഷയത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചർച്ച തുറന്നു വെക്കാവുന്നതാണ്. അതിനുള്ള ഒരവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായിരുന്നാലും താങ്കളുടെ ആ വീഡിയോ വളരെ കുറച്ചാണെങ്കിലും അതിൽ ഒരക്ഷരം പോലും ഒരു അനാവശ്യമായ പദപ്രയോഗങ്ങളോ വൈകാരികതയോ ആവശ്യമില്ലാത്ത സംസാരങ്ങളോ ഒന്നും അതിലില്ല. എന്നാൽ അതിൻ്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിൻ്റെ മർമ്മഭാഗങ്ങളിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്കളിത് കേൾക്കുകയാണ് എങ്കിൽ ഇതിൻ്റെ അടുത്തൊരു പ്രതികരണം താങ്കൾ വൈകാതെ തന്നെ നൽകിയാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോഗ്യകരമായൊരു സംഭാഷണം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാവുന്നതാണ്. നമുക്കിവിടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ മതമനുസരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മറ്റു മതവിഭാഗങ്ങളോടും മറ്റു സമൂഹങ്ങളോടും എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യക്കാർ, നാം കേരളീയർ എന്ന രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. വർഗീയതക്ക് ഒരു കാരണവശാലും നമ്മൾ അതിന് വളം വെക്കാൻ പാടില്ല. താങ്കളുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയെ സംബന്ധിച്ചും ന്യൂനപക്ഷ തീവ്രവാദത്തെ സംബന്ധിച്ചും CPM ഒരു ബാലൻസ് ചെയ്യുന്ന ആ ഒരു നയത്തെ കൃത്യമായി നിങ്ങൾ തിരുത്തുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അത് രണ്ടും ഒരുപോലെയാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന താങ്കളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഗീയതയെ നമ്മൾ അത് ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ നോക്കാതെ ആ ആശയത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അതല്ലാതെ ഇവരെയും ഞങ്ങൾ എതിർക്കും ഇവരെയും എതിർക്കും എന്ന് പറയും, ഇവരെയല്ല എതിർക്കേണ്ടത്, ആ വിഷയത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അത് ആരിൽ നിന്നായിരുന്നാലും അതിനെ എതിർക്കണം. അതിനെ എതിർത്ത് തോൽപ്പിച്ചാൽ മാത്രമേ ഈ കേരളത്തെ നമുക്ക് ഒരു മതനിരപേക്ഷ സമൂഹമായി, ഒരു സൗഹാർദ്ദമുള്ള സമൂഹമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.